ഇത് ക്വിക്ക് ആൻഡ് ഈസി ആയി മാക്രോണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ശ്രിയ. എല്ലാവർക്കും എൻ്റെ ShreesFunBoxലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനും അമ്മയും എങ്ങനെ എഗ് മാക്രോണി അല്ലെങ്കിൽ മുട്ട മാക്രോണി എങ്ങനെയാക്കാം എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. അതെങ്ങനെയാക്കാമെന്ന് നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മലയാളം അത്ര പോരാ. നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഫസ്റ്റ് പാട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് നമ്മൾ മാക്രോണി ബോയിൽ ചെയ്ത് വെക്കണം. ഇത് ക്വിക്ക് ആൻഡ് ഈസി ആയി മാക്രോണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് മാക്രോണി. അത് ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഉള്ളി, പിന്നെ ചിക്കൻ മസാല, ടൊമാറ്റോ സോസ്, പെപ്പർ, ക്യാരറ്റ്, ക്യാബേജ്, ചില്ലി ആൻഡ് ടൊമാറ്റോ. ഈ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, പക്ഷെ ഇതൊക്കെ ഉള്ളു എൻ്റെ കയ്യിൽ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് ചൂടാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രൈ ചെയ്ത് അതിന്റെ സ്മെല്ല് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് അത് കുറച്ച് നേരം ഫ്രൈ ചെയ്യുക. നന്നായി ഫ്രൈ ചെയ്ത് വരണം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ പെപ്പർ ആഡ് ചെയ്യാൻ പോവുകയാണ്. പെപ്പർ ആഡ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് അനുസരിച്ചിട്ട് ചില്ലി പൗഡറും ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും ഇടാൻ പോവുകയാണ്. കുറച്ച് ടേസ്റ്റിനും വേണ്ടിയാണ് ചിക്കൻ മസാല ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് കബാബ് മസാല വേണമെങ്കിലും ഇടാവുന്നതാണ്. ആ മസാലയൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തില്ലേ? ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ്, സോയാ സോസ്, വേറെ സോസുകളും ആഡ് ചെയ്യാവുന്നതാണ്. സോസ് ഇട്ടതിനു ശേഷം നമ്മൾ ആദ്യം നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പ് ആഡ് ചെയ്യുക. നമ്മൾ ബാക്കി വെച്ച് ടൊമാറ്റോ ഓർമ്മയുണ്ടോ? ആ ടൊമാറ്റോ ഇപ്പം ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് അടച്ചു വെക്കുക. അടച്ചു വെച്ച പാത്രം തുറന്ന് ആ വെജിറ്റബിൾസ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ലാസ്റ്റ് മാക്രോണി ആഡ് ചെയ്യാം. വെജിറ്റബിൾസും മാക്രോണിയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? നന്നായി മിക്സ് ചെയ്യണം. എന്നാലേ ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. മാക്രോണിന്റെ കളർ മാറുന്നത് വരെ നിങ്ങൾ അത് മിക്സ് ചെയ്യണം. കണ്ടോ? നമ്മുടെ മാക്രോണി നന്നായി മിക്സായി വന്നിട്ടുണ്ട്.
മുട്ട തയ്യാറാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓയില് പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ മാക്രോണിക്ക് ചേർത്ത ചിക്കൻ മസാല നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്യുക. മുട്ട ആഡ് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ? ഈ മുട്ട നന്നായി ആ മസാലയോടൊപ്പം മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ? ഇപ്പം മുട്ട നന്നായി മിക്സായി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കുക. മുട്ടയുടെ പ്രിപ്പറേഷൻ നമ്മൾ മക്രോണിയിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കണം. 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് ഓഫ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്യാം. അത്രക്കും ടേസ്റ്റ് എനിക്ക് ഇനിയും വേണം. എല്ലാവർക്കും എന്റെ മാക്രോണിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണാം. അപ്പോഴത്തേക്കും ബൈ.